بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. إليك رسول الله خبت مطيتي تجوب الفيافي من معنا إلى العرج لتشفع لي يا خير من باطي الحصى فيطير لي ربي فارجع بالفلج إلى معشر خالفت في الله دينهم فلا رأيه غير ولا سرده سرجي وكنت امرأ بالخمر واللحر مولعا شبابي حتى بنى الجسم بالنهج فبدلني بالخمر خوفا وخشية وباللحن إحصانا فحصن لي فرجي. ആദരണീയരായ ഉസ്താദുമാർ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, നല്ല വഅദ് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ഞാൻ പോയതിനു ശേഷം നല്ല വഅദ് കേൾക്കാനുമുണ്ട്. ചുരുങ്ങിയ സമയം ഞാൻ ഏറ്റതനുസരിച്ച് ഇവിടെ പ്രസംഗിക്കേണ്ടത് കുറെ കൂടി കഴിഞ്ഞിട്ടാണ്. അതേസമയത്ത് മോളൂരിൽ പ്രസംഗിക്കേണ്ടത് മഗ്‌രിബ് നിസ്കരിച്ച ഉടനെയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖലീൽ തങ്ങൾ ശേഷം ഇവിടെ എത്തും. ആദ്യം മോളൂരിൽ പോകും. അതുകൊണ്ട് ആദ്യം ഇവിടെ പോകണം എന്ന് ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു. തങ്ങളുടെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് ഇവിടത്തേക്ക് ആദ്യം വന്നതാണ്. പക്ഷെ അവിടെ തങ്ങളിങ്ങ് ഇറങ്ങി പോന്നാൽ പിന്നെ അവിടെ ആൾക്കാർ ഇരിക്കാൻ കുറച്ച് പ്രയാസം. തങ്ങൾ വരുന്നവരെ എന്തായാലും കാത്തുവെക്കും. അതുകൊണ്ട് ഞാൻ വീട്ടിൽ ഇവിടെ സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ റഷീദ് സഖാഫിയും മറ്റൊരുപാട് പണ്ഡിതന്മാർ നല്ല വഅദ് പറയാൻ ഇവിടെയുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. നമ്മുടെ സദസ്സുകളെല്ലാം അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ടായി. കാരണം അമ്മാ ബി നിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, നിഅമത്ത് എടുത്തു പറയണമെന്ന് പറയും. നിഅമത്ത് ഇവിടെ മദ്രസ ഇല്ലായിരുന്നു. മദ്രസക്ക് കെട്ടിടമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. കുറച്ച് പ്രയാസപ്പെടണമല്ലോ. ഇന്ന മഅൽ ഉസ്രി യുസ്റൻ. പ്രയാസത്തോടു കൂടിയാണ് എളുപ്പമുണ്ടാകുക. പ്രയാസമില്ലാതെ എളുപ്പമുണ്ടാവില്ല. കുട്ടിയെ കിട്ടണമെങ്കിൽ ഗർഭം ധരിക്കണം, കുറേ ദിവസം വിഷമം സഹിക്കണം.
എന്നിട്ട് പിന്നെ അവസാനം നല്ല വേദനയും സഹിക്കണം. അപ്പോഴാ കുട്ടീനെ കിട്ടുക. അങ്ങനെ കിട്ടുന്ന കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാലാണ് ആ പ്രസവത്തിന്റെ പേര് സുഖപ്രസവം. സംഗതി സുഖമൊന്നുമല്ല, നല്ല വേദനയാണ്. അതിന്റെ പേരാണ് സുഖപ്രസവം. കാരണം കുട്ടിയെ കിട്ടിയെന്നില്ല. ഇതുപോലെ ഇവിടെ മദ്രസ ബിൽഡിങ്ങിന് വേണ്ടി പണി തുടങ്ങിയിട്ട് പ്രയാസപ്പെട്ട് അൽഹംദുലില്ലാഹ് അല്ലാഹു തആല വലിയ നിഅമത്ത് ചെയ്തു. ഇനി അത് അല്ലാഹു തആല നമുക്ക് പൂർത്തീകരിച്ചു തരും. അതിനാരാണോ സഹായിച്ചത്, ആരാണോ പ്രവർത്തിച്ചത്, ആരാണോ സഹകരിച്ചത്, അല്ലാഹു തആല അവർക്കും സാധുക്കളായ നമുക്കും സ്വർഗത്തിൽ വീട് നൽകട്ടെ. അവരുടെയും നമ്മുടെയും എല്ലാവരുടെയും എല്ലാ കൃഷികളിലും ബിസിനസ്സുകളിലും ജോലികളിലും പഠനങ്ങളിലും അധ്യാപനങ്ങളിലും കുടുംബങ്ങളിലും ആയുസ്സിലും ഭാര്യമാരിലും സന്താനങ്ങളിലും എല്ലാം അല്ലാഹു തആല ഖൈറും ബർക്കത്തും ഏറ്റി തരുമാറാകട്ടെ. സുഹൃത്തുക്കളെ, നല്ല നിയ്യത്ത് എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ്. നല്ല നിയ്യത്ത് അത് വലിയൊരു സംഗതിയാണ്. ജീവിതകാലത്ത് ചെയ്തതൊക്കെ ചെയ്തു തന്നെയാണ്. ഇപ്പോ മദ്രസ നിർമ്മിക്കാൻ വേണ്ടി ഒരാൾ സഹായം നൽകി, മറ്റൊരാൾ സഹായിക്കാമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല സ്വർഗത്തിൽ നിന്നുള്ള ഒരു അമലായി അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. എല്ലാവരും മരിച്ചു, എല്ലാവരും മരിച്ചു. ഞാൻ ഇന്നലെ കോഴിക്കോട് ഇന്റർനാഷണൽ മീലാദ് പരിപാടിക്ക് വേണ്ടി നാട്ടിൽ നിന്ന് വന്നു. കോഴിക്കോട് വന്ന ഉടനെ വന്ന് 5 മിനിറ്റിനിടയിൽ ഞാൻ മടങ്ങിപ്പോയി. എന്റെ നാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയി. 70-75 കിലോമീറ്റർ മടങ്ങിപ്പോയി. എന്റെ രണ്ടാമത് വീണ്ടും വരിക ഞാൻ പിന്നെയും. കാരണം എന്താണ്, തലേ ദിവസം രാത്രി ഞങ്ങൾ ഒന്നായിട്ട് ഒരുമിച്ച് കൂടിയ എന്റെ വീട്ടിന് തൊട്ടടുത്തുള്ള ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ചെറിയ എന്നെക്കാളൊക്കെ എത്രയോ പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരനാണ്. അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി. അദ്ദേഹം പെട്ടെന്ന് മരണപ്പെട്ടുപോയി. അപ്പൊ ആ വിവരം കേട്ടപ്പോ ഞാൻ നമസ്കരിക്കാൻ വേണ്ടി നാട്ടിലേക്ക് തിരിച്ചുപോയി. രണ്ടാമത് വീണ്ടും കോഴിക്കോട്ടേക്ക് മടങ്ങി. എന്ന് പറഞ്ഞു വന്നത്, എല്ലാ ശരീരങ്ങളും മരണത്തെ രുചി നോക്കുന്നവരാണ്. ആരും ഇവിടെ ബാക്കിയാവില്ല. അതുകൊണ്ടാണല്ലോ ആരാണോ മരണത്തിന് വേണ്ടി ഒരുക്കി വെച്ചത് അവര് ഭാഗ്യവാന്മാരാണ്. ഞാൻ ഇവിടെ വന്നപ്പോ ഞാനും ബഹുമാനപ്പെട്ട കോൺഗ്രസ് കൂടി നമ്മുടെ വലിയ സ്നേഹിക്കുന്ന ഒരാളുണ്ടായിരുന്നു അബൂദാബിയിൽ, അബ്ദുൽ ഖാദർ ഹാജി. അദ്ദേഹം പഴയ കാലത്ത് ഇവിടെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഒരു 10-30 സെന്റ് സ്ഥലം സിറാജുൽ ഹുദക്ക് വേണ്ടി തരുന്നു എനിക്ക് കാണിച്ചു തരികയും എന്നിട്ട് അദ്ദേഹം എന്റെ പേരിൽ മുഖ്തിയാറിൽ എഴുതി വെക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം തന്നെ അവിടെ കൃഷി ചെയ്തു. അല്ലാഹുവേ, അദ്ദേഹത്തിന് സ്വർഗത്തിൽ സ്ഥലം കൊടുക്കണം റഹ്മാനെ. അദ്ദേഹത്തെ ഞങ്ങളെയും കുടുംബങ്ങളെയും മക്കളെയും ഭാര്യമാരെയും എല്ലാവരെയും സ്വർഗത്തിൽ എഴുതി കൊടുക്കണം റഹ്മാനെ. അപ്പോ നല്ല കാര്യം ചെയ്തു വെച്ചത് തന്നെയാണ്, പിന്നീട് ചെയ്യാൻ കഴിയില്ല. അപ്പോ മദ്രസക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി, ദീനീ പ്രവർത്തനത്തിന് വേണ്ടി, സാധുക്കൾക്ക് വേണ്ടിയൊക്കെ ആരെന്ത് ചെയ്തു വെച്ചോ ചെയ്തു വെച്ച് തന്നെയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബൂ തൽഹ റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടം ബൈറുഹ. ആ തോട്ടം പരിശുദ്ധ ഖുർആനിൽ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ പുണ്യം നിങ്ങൾക്ക് ലഭ്യമാവുകയില്ല എന്നർത്ഥം വരുന്ന ആയത്തിറങ്ങിയപ്പോ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബി, എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ തോട്ടങ്ങളിൽ ബൈറുഹ. ആ തോട്ടം ഞാൻ അതാ കൊടുക്കാൻ പോവാണ്, ഞാനത് സദഖ ചെയ്യാൻ പോവാണ്, എന്ത് വേണമെന്ന് തങ്ങൾ പറയണം. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാലുൻ റാബിഹ്, വലിയ ലാഭമെടുത്ത സ്വത്താണത്. കാരണം ഇവിടെ എത്ര വലിയ സ്വത്ത് ഉണ്ടാക്കി വെച്ചാലും, എത്ര വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചാലും, ഏത് വീട് നിർമ്മിച്ചു വെച്ചാലും, എത്ര വലിയ വാഹനങ്ങൾ ഉണ്ടാക്കി വെച്ചാലും, ഏത് കൃഷിയിടങ്ങൾ ഉണ്ടാക്കി വെച്ചാലും അതെല്ലാം വിട്ടു ഒരു ദിവസം യാത്ര പോകേണ്ടി വരും. പോകുന്ന സ്ഥലത്തേക്ക് നിർമ്മിച്ചവനാണ്, പോകുന്ന സ്ഥലത്തേക്ക് സമ്പാദിച്ചവനാണ്, അവനാണ് യഥാർത്ഥത്തിൽ ലാഭമെടുത്തവൻ. ഇപ്പൊ നീണ്ട പലത് പറയാൻ കഴിയില്ല. നീണ്ട പ്രസംഗം കേൾക്കുന്നവർക്കൊക്കെ ആയിരക്കണക്കിന് സീഡിൽ ഞാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാട്ടിന്റെ മദ്ഹ്, അവിടുത്തെ ഉപ്പാപ്പാന്റെ മദ്ഹ്, അവിടുത്തെ മദ്ഹ് ഒക്കെ ഉൾക്കൊള്ളുന്ന സൂറത്താണ് ലാ ഉഖ്സിമു ബിഹാദൽ ബലദി വ അൻത ഹില്ലും ബിഹാദൽ ബലദ്. അതുപോലെ വസ്സംസി വദുഹാഹ, അതുപോലെ ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്,
ആ 3 സൂറത്തുകളിൽ പ്രസംഗിച്ച സീഡികൾ ഒന്നും കൂടി വാങ്ങാൻ ഓർപ്പെടുത്താൻ ഇനി അതുപോലെ വേറെ ധാരാളം പ്രസംഗം നടത്തിയ സീഡികളും വീഡിയോ സീഡികളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വാങ്ങാം. ഞാൻ വളരെ ചുരുക്കി പറയാം. സുഹൃത്തുക്കളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് ലാഭമെടുത്ത മുതൽ അത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്ത മുതലാണ്. കൊടുത്തതാണ് ഏറ്റവും വലിയ ലാഭം കിട്ടിയ മുതൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നമ്മുടെ കഴിവനുസരിച്ച് ശരീരം കൊണ്ട് കഴിയുന്നവർ ശരീരം കൊണ്ട്, ആത്മാവ് കൊണ്ട് കഴിയുന്നവർ ആത്മാവ് കൊണ്ട്, മനസ്സുകൊണ്ട് കഴിയുന്നവർ മനസ്സുകൊണ്ട്, പ്രാർത്ഥന കൊണ്ട് കഴിയുന്നവർ പ്രാർത്ഥന കൊണ്ട്, വാക്കുകൊണ്ട് കഴിയുന്നവർ വാക്കുകൊണ്ട്, അങ്ങനെ എന്തുകൊണ്ടാണോ ഒരു മനുഷ്യന് സഹായിക്കാൻ കഴിയുക, സമ്പത്ത് കൊണ്ട് കഴിയുന്നവൻ സമ്പത്ത് കൊണ്ട്, ഓരോരുത്തരും കഴിയുന്ന സഹായം അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കും. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് 40 കൊല്ലം ജീവിച്ചു. ആ 40 കൊല്ലത്തെ ജീവിതത്തിൽ ഒരു ചെറിയ ന്യൂനത ചൂണ്ടിക്കാണിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല, ഒരു മനുഷ്യനും കഴിഞ്ഞിട്ടില്ല. അബൂജഹൽ ബദർ യുദ്ധത്തിൽ വന്നപ്പോ അവനോട് ഒരാൾക്ക് ചുള്ള പോലെ പറയാം, ഞാനും നീ മാത്രമേ ഉള്ളൂ, മുഹമ്മദ് നബി കളവ് പറയുന്ന എനിക്ക് അഭിപ്രായം ഉണ്ടോ? ഇന്നില്ല, ഞാൻ അങ്ങനെ അഭിപ്രായപ്പെടുന്നില്ല. സിബിയിൽ ഉദ്ദേശിക്കുന്നു എനിക്കങ്ങനെ അഭിപ്രായമില്ലാന്നില്ല. പക്ഷെ ഞാൻ മുഹമ്മദിന് എതിരാണ്, അത് വേറെ വിഷയം. മുഹമ്മദ് കളവ് പറയുന്ന എനിക്ക് അഭിപ്രായമില്ല, കാരണം ജീവിതത്തിൽ നിങ്ങൾ പറഞ്ഞില്ല. സുഹൃത്തുക്കളെ, ഒരു ന്യൂനത പോലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ആരും കണ്ടിട്ടില്ല. അവിടെ ഒരിക്കലും ഒരു അനാവശ്യം പറഞ്ഞിട്ടുമില്ല, ചെയ്തിട്ടില്ല. 40 കൊല്ലം അവിടുന്ന് ജീവിച്ചു. പക്ഷെ ആ 40 കൊല്ലത്തെ ജീവിതത്തിൽ ആർക്കും എതിർപ്പില്ല. എല്ലാവരും അൽ അമീൻ, വിശ്വസ്തനെ വിളിച്ചു. അവസാനം കഅബ ശരീഫിന്റെ നിർമ്മാണം നടക്കുമ്പോ അതിന്റെ മൂലയിലുള്ള ഹജറുൽ അസ്വദിലുള്ള കല്ല് സ്വർഗത്തിൽ നിന്ന് വന്ന കല്ലാണ്. വെളുപ്പ് കളറാണതിന്. പിന്നീട് കറുത്തുപോയതാ. വെള്ളക്കല്ല് കറുത്തുപോയതാ. കറുത്തുപോയത് എന്തുകൊണ്ടാ? സബദതുഹു ഖതായ ബനി ആദം. മനുഷ്യന്മാര് പലരും തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് ചെയ്ത മനുഷ്യന്മാർ അത് തൊടുകയും അത് ചുംബിക്കുകയും ചെയ്തപ്പോ അവരുടെ ആ തെറ്റിന്റെ കറുപ്പ് ഈ കല്ലിലേക്ക് പകർന്നു പോയതാണ്. വാസ്തവത്തിൽ കല്ല് വലിച്ചെടുത്തതാണ്. കല്ല് വാസ്തവത്തിൽ അത് വെളുത്ത കല്ലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ വെളുത്ത കല്ലാണ്, പിന്നീട് അത് കറുത്തുപോയതാണ്. ആ ഹജറുൽ അസ്വദ് എന്ന കല്ല് കഅബയുടെ മൂലയിൽ ആരാണ് വെക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വലിയ തർക്കം. ആ തർക്കം നടന്നുകൊണ്ടിരിക്കുമ്പോ ആദ്യമായി ഇനി വരുന്ന ആൾക്ക് തീരുമാനമിട്ട് കൊടുക്കുക എന്ന് അവരെ മനസ്സിൽ തോന്നി. അങ്ങനെ തീരുമാനിച്ചിട്ട് ആദ്യം തന്നെ കയറി വന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. ഒരൊറ്റ മനുഷ്യനെതിരെ അഭിപ്രായം പറഞ്ഞില്ല. എല്ലാവരും ഹാദാ മുഹമ്മദുൽ അമീൻ, ഏറ്റവും വിശ്വസ്തനായ മുഹമ്മദാ വന്നത്, ഈ കല്ലെടുത്ത് വെക്കേണ്ടത് മുഹമ്മദ് തന്നെ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലൈഹി. പക്ഷെ അവിടുന്ന് വല്ലാത്ത സ്വഭാവത്തിന്റെ ഉടമയാണ്. അവിടുന്ന് പറയുമ്പോഴേക്കും എടുത്തു വെക്കാൻ പോയില്ല. മറിച്ച് അവിടുന്ന് ഒരു വലിയ തുണി വിരിക്കാൻ പറഞ്ഞു. ആ തുണിയിൽ എല്ലാവരോടും ആ തുണിയിൽ കല്ലെടുത്ത് വെച്ചു. ആ തുണി എല്ലാവരോടും, എല്ലാ കുടുംബത്തിന്റെ നേതാക്കളോടും ആ തുണി പിടിക്കാൻ പറഞ്ഞു. അതൊക്കെ നമുക്ക് പാടാം. ഒരു കമ്മിറ്റി ഉണ്ടാക്കുമ്പോ കമ്മിറ്റിന്റെ ഏകദേശം എല്ലാ ഭാഗത്തുനിന്നും ആളെടുക്കണം, എല്ലാ കുടുംബത്തുനിന്നും പ്രതിനിധികൾ വരണം, അതൊക്കെ ആവശ്യം. അങ്ങനെ എല്ലാവരെ കൊണ്ട് പിടിപ്പിച്ച് അങ്ങനെ കൊണ്ടുപോയിട്ട് അവസാനം കൊടുത്ത് ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് കഅബ ശരീഫിന്റെ മൂലയിൽ എടുത്തു വെച്ചു. അവിടുത്തെ ആ വലിയ വിശാലമായ മനസ്സ് എല്ലാവർക്കും ഇഷ്ടമാണ്, ആർക്കും എതിർപ്പില്ല. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു മനുഷ്യനും എതിർപ്പില്ല, എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ 40ാമത്തെ വയസ്സിൽ ഖലഖൽ ഇൻസാന മിൻ അലഖ് اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم എന്ന ആയത്തിറക്കിയിട്ട് അതേ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പർവ്വതത്തിന്റെ മേലെ പോയിരിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി അവിടെയുള്ള മറ്റുള്ള ആരെപ്പോലെയുമല്ല. മറ്റുള്ളവർ പലരും കള്ളു കുടിക്കുന്നു, പലരും വ്യഭിചരിക്കുന്നു, പലരും വേണ്ടാത്ത പല പ്രവർത്തനങ്ങളും നടത്തുന്നു, പലരും വേണ്ടാത്തത് പറയുന്നു,
കള്ളം പറയുന്നു, വാക്ക് ലംഘിക്കുന്നു, ചീത്ത പറയുന്നു, കുടുംബബന്ധം മുറിക്കുന്നു, അയൽവാസിയെ ശല്യം ചെയ്യുന്നു, ഭാര്യയെ പീഡിപ്പിക്കുന്നു, ഭർത്താവിനെ വഞ്ചിക്കുന്നു, അങ്ങനെ തുടങ്ങിയ എല്ലാ തെറ്റുകളും ചെയ്യുന്നു. അതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് അവിടുന്ന് തന്നെ പറയാൻ പറഞ്ഞില്ലേ ഖുർആൻ, ലബിസ്ത ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഖിലൂൻ ഫഖദ് ലബിസ്ത ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി. ഞാൻ നിങ്ങളിൽ ഒരു 10-40 കൊല്ലം ജീവിച്ചില്ലേ? എന്തെങ്കിലും ഒരു ന്യൂനത നിങ്ങൾ ആരെങ്കിലും എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? ആ 40ഓളം കൊല്ലം ഞാൻ ജീവിച്ചപ്പോ നിങ്ങളോട് ആരോടെങ്കിലും ഞാൻ ഖുർആൻ ഓതി തന്നിട്ടുണ്ടോ? ഞാൻ എഴുത്ത് പഠിച്ചിട്ടില്ല, വായന പഠിച്ചിട്ടില്ല. പക്ഷേ ഏറ്റവും സുന്ദരമായ ജീവിതം നയിക്കാൻ എന്റെ രാജാവായ റബ്ബ് എനിക്ക് വേണ്ടതെല്ലാം തന്നു. അങ്ങനെ അവൻ എന്നെ സംരക്ഷിച്ച് പോറ്റി വളർത്തി. ഇപ്പോഴിതാ നിങ്ങളെ സന്മാർഗത്തിലേക്ക് നീക്കാൻ വേണ്ടി, നിങ്ങൾക്ക് ഓതിത്തരാൻ വേണ്ടി, നിങ്ങളെ സംസ്കരിക്കാൻ വേണ്ടി എനിക്കവൻ ഖുർആൻ തന്നിരിക്കുന്നു. അതിനെ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ച് ഞാൻ ഉൾക്കൊള്ളുന്ന സത്യത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞതാ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അവിടുന്ന് തന്നെ പറഞ്ഞു. എന്റെ ഉദാഹരണം എങ്ങനെയാണെന്നറിയോ? ഒരാൾ ഒരു വലിയ തീ കത്തിച്ച് വെച്ചു. ആ തീയിലേക്ക് അതാ ഒരുപാട് പ്രാണികളും പറവകളുമൊക്കെ, ഒരുപാട് ചെറിയ ചെറിയ പ്രാണികളും മറ്റും തീയിലേക്ക് വന്നിങ്ങനെ വീഴുകയാണ്. ആ സമയത്ത് ആ തീയിൽ വീഴാതെ ആ പ്രാണികളെ തീയിലേക്ക് വന്ന് വീഴാതെ തടുക്കാൻ നിൽക്കുന്നവനെ പോലെയാണ് ഞാൻ യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല നരകം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ നരകത്തിലേക്ക് പോയി വീഴാതെ നിങ്ങളെ പിടിച്ചു വെക്കുന്നവനാണ് ഞാൻ, പിടിച്ചു മാറ്റുന്നവനാണ് ഞാൻ. എന്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നിങ്ങൾ സ്വീകരിച്ച് ജീവിച്ചാൽ തീക്കുണ്ടത്തിൽ വീഴാതെ നിങ്ങൾക്ക് സമ്മാനം ലഭിക്കാൻ പോകുന്നു. ആ സമ്മാനം എന്താണ് സുഹൃത്തുക്കളെ? ഒരിക്കലും ഒരു രോഗവുമില്ലാത്ത, ഒരു ക്യാൻസറില്ല, ട്യൂമറില്ല, പ്രഷറില്ല, ഷുഗറില്ല, അതേ ഒരൾസറുമില്ല, ഒരു തലവേദനയുമില്ല, ഒരു ജലദോഷവുമില്ല, ഒരു കൊരയുമില്ല, ഒരു ചൊറിയുമില്ല. ഞാനിപ്പോൾ ഇങ്ങനെ വരുമ്പോ സൗദി അറേബ്യയിൽ നിന്നൊരാള് വിളിച്ചു. നമ്മുടെ ഒരു സജീവ പ്രവർത്തകനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, രാത്രി 12 മണി കഴിഞ്ഞാൽ എനിക്കൊരു ചൊറി വരുന്നു, എന്റെ ഭാര്യയ്ക്ക് വല്ലാത്ത ചൊറി വരുന്നു, എന്റെ മക്കൾക്ക് ചൊറി വരുന്നു, നേരം വെളുക്കുന്നവരെ വല്ലാത്ത ചൊറിയാണ്. ഞാൻ ഉംറ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്, എനിക്കതൊന്ന് മാറിക്കിട്ടണമെന്ന് പറഞ്ഞു. ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അല്ലാഹുവേ, ഈ പാവപ്പെട്ടവൻ നിന്നോട് ദുആ ചെയ്ത് ഉത്തരമാകാൻ അർഹനല്ലെന്ന് ഉറപ്പുണ്ട്. പക്ഷേ ഈ മജ്‌ലിസിൽ എത്രയോ മുഅ്മിനീങ്ങൾ ഉണ്ടായേക്കും, എത്രയോ ദുആക്ക് ഉത്തരം കിട്ടുന്നവർ ഉണ്ടായേക്കും, സ്റ്റേജിലുണ്ടായേക്കും. റബ്ബേ, അദ്ദേഹത്തിനും കുടുംബത്തിനും ബാധിച്ച ആ രോഗം നീ പരിപൂർണമായി സുഖപ്പെടുത്തണേ അല്ലാഹ്. അതുപോലെ ഇവിടെ വന്നപ്പോൾ പലരും സിറാജുദ്ദീനിലേക്ക് നേർച്ചകളും സദഖകളും തന്നവരുണ്ട്. അതുപോലെ പല സ്ഥലങ്ങളിലും ഏൽപ്പിച്ചവരുണ്ട്. ആർക്കെന്ത് രോഗമുണ്ടോ നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. സ്വർഗത്തിൽ ചൊറിയില്ല, ചരങ്ങില്ല, മാനസിക രോഗമില്ല, അവിടെ തളർച്ചയില്ല, ഊരവേദനയില്ല, മുട്ടുവേദനയില്ല, വാതരോഗമില്ല, അലർജിയില്ല, ഹാർട്ടിന് കംപ്ലൈന്റ് ഇല്ല, കിഡ്നിക്ക് കംപ്ലൈന്റ് ഇല്ല, ഓപ്പറേഷന്റെ ആവശ്യമില്ല, ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതില്ല, ഡോക്ടർ വേണ്ട, മരുന്ന് വേണ്ട. അവിടെ വെറുക്കുന്ന ഭാര്യമാരെ
ഉണ്ടാക്കുന്നവരില്ല, അവിടെ തല നരച്ചു പോകുന്നവരില്ല, അവിടെ യുവത്വം നഷ്ടപ്പെടുന്നില്ല, അവിടെ വൈരാഗ്യം വെച്ച് പുലർത്തുന്നവരില്ല, എതിരാളികളില്ല, കുറ്റം പറയുന്നവരില്ല, തെറി പറയുന്നവരില്ല, അവിടെ അപകടം ഭയപ്പെടേണ്ടതില്ല, ഇടിയും മിന്നും കാറ്റും പേടിക്കേണ്ടതില്ല, വീടുകൾ വീണ്ടും പെയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ വാഹനങ്ങൾ നശിക്കുന്നില്ല, ഒരു സമയത്തും കറണ്ട് പോയി പോകുന്നില്ല, ഒരിക്കലും വെള്ളം കിട്ടാത്ത സമയമില്ല, ചൂടുകൊണ്ട് വെയിലുകൊണ്ട് വീർക്കുന്ന പ്രശ്നമില്ല, തണുത്ത് വിറക്കുന്ന പ്രശ്നമില്ല. അതേ വർണ്ണിക്കാൻ കഴിയാത്തൊരു ലോകം. സന്തോഷത്തോടെ പാട്ടും പാടി സ്വീകരിക്കുന്ന ഹൂറുലീകളുള്ളൊരു ലോകം. ഓ സുഹൃത്തുക്കളെ, ആ ഒരു ലോകത്തേക്ക് കൊണ്ടുപോകാൻ അതിന് പകരം ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടിച്ചൂടുള്ള ജഹന്നമിൽ പോകാതിരിക്കാൻ നിങ്ങളെ കൈപിടിച്ച് നിങ്ങളെ അരപിടിച്ച് മാറ്റുന്നവനാണ് ഞാൻ. എല്ലാവരും ജല്ലിക്ക മദീനത്തിക്ക് സ്വലാത്ത് മൗലായ صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. നിർദ്ദേശിക്കേണ്ടതെല്ലാം അവിടുന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്, വിരോധിക്കേണ്ടതെല്ലാം അവിടുന്ന് വിരോധിച്ചിട്ടുണ്ട്. നിങ്ങൾ 5 വക്ത് ഖളാകാതെ കൃത്യമായി നിസ്കരിക്കണം. വെള്ളം തന്ന രാജാവല്ലേ, ഭക്ഷണം തന്ന രാജാവല്ലേ, ആരോഗ്യം തന്ന രാജാവല്ലേ, കാണാൻ കണ്ണു തന്ന രാജാവല്ലേ, കേൾക്കാൻ കാതു തന്ന രാജാവല്ലേ, സംസാരിക്കാൻ നാവ് തന്ന രാജാവല്ലേ, പിടിക്കാൻ കൈ തന്ന രാജാവല്ലേ, നടക്കാൻ കാല് തന്ന രാജാവല്ലേ, ശരീരത്തിന് ഓരോ സെക്കൻഡിലും ആരോഗ്യം തന്ന രാജാവല്ലേ, ഹാർട്ടും കിഡ്നിയൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുന്ന രാജാവല്ലേ. സുബ്ഹാനല്ലാഹ്, ആവശ്യമുള്ളതെല്ലാം തന്നവനല്ലേ, തന്നുകൊണ്ടിരിക്കുന്നവനല്ലേ, ഇനിയും തരേണ്ടവനല്ലേ. ആ രാജാവിന്റെ മുമ്പില് 5 നേരം നിങ്ങളൊന്ന് പോയി നിൽക്കണേ. ആ രാജാവിനെ ഒന്ന് പുകഴ്ത്തണേ. അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്, അത് നിങ്ങളൊന്ന് പറയണേ. എന്നിട്ട് ആ രാജാവിന്റെ ഖുർആനിൽ നിന്നൊന്ന് ഓതണേ. ആ രാജാവിന് വേണ്ടി നിങ്ങൾക്ക് അല്ലാഹല്ലേ ഊര തന്നത്, ഊരയൊന്ന് അതാ കുനിക്കണേ. നിങ്ങൾക്ക് റബ്ബല്ലേ നെറ്റി തന്നത്, ആ റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ ഭൂമിയിൽ നെറ്റിത്തറമൊന്ന് വെക്കണേ. ആ റബ്ബിന്റെ മുമ്പിലൊന്ന് നിൽക്കണേ. ആ റബ്ബിന്റെ പൊരുത്തത്തിനൊന്നിരിക്കണേ. ആ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി നിങ്ങളൊരു 5 നേരം കൃത്യമായി നിസ്കരിക്കണേ. അതില്ലെങ്കിലോ നിങ്ങൾ നരകത്തിൽ വീടുപോകും, നരകത്തിലെത്തിപ്പോകും. വൈലുല്ലിൽ മുസല്ലീനല്ലദീന ഹും മിൻ സ്വലാത്തിഹിം സാഹൂൻ. കൃത്യമായി നിസ്കരിക്കാതെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അശ്രദ്ധയുള്ളവന് നാശമാണ്, നരകാഗ്നിയാണ്. നിങ്ങൾ കൃത്യമായി 5 വക്ത് നിസ്കരിക്കണേ. നിങ്ങളതാ റബ്ബ് തന്ന സ്വത്തിൽ നിന്ന് പാവപ്പെട്ടവർക്ക് നൽകേണ്ടത് നൽകണേ. നിങ്ങളതാ 12 മാസത്തിൽ കഴിവുള്ളവരാണോ നിങ്ങളെങ്കിൽ 1 മാസം നോമ്പെടുക്കണേ. അതേ കഴിവുണ്ടെങ്കിൽ ആ റബ്ബിന്റെ ഭവനമായ കഅബയുടെ സമീപത്തൊന്നു പോയി ഹജ്ജും ഉംറയും ചെയ്യണേ. നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണേ, അയൽവാസികൾക്ക് നന്മ ചെയ്യണേ,
പ്രായമുള്ളവരെ ബഹുമാനിക്കണേ, കുട്ടികളോട് കാരുണ്യം കാണിക്കണേ, നിങ്ങൾ പണ്ഡിതന്മാരെ ആദരിക്കണേ, നിങ്ങൾ സയ്യിദന്മാരെ സ്നേഹിക്കണേ, ഉമ്മമാരെ പരിഗണിക്കണേ, ഭർത്താവിന്റെ പൊരുത്തം വാങ്ങണേ, ഭാര്യയെ നിങ്ങൾ ആക്രമിക്കരുതേ, ഭാര്യയെ ചീത്ത പറയരുതേ, ഭാര്യയുടെ പൊന്ന് നിങ്ങൾ എടുക്കരുതേ, ഭാര്യയെ നിങ്ങൾ വഞ്ചിക്കരുതേ, നിങ്ങൾ ഭർത്താവിനെയും വഞ്ചിക്കരുതേ, നിങ്ങളെ കുട്ടികളോട് നിങ്ങൾ തുല്യ സമീപനം കാണിക്കണേ, മക്കളെ നന്നായി വളർത്തണേ, പഠിപ്പിക്കണേ, ഉയർത്തണേ, നന്നായി നല്ല നിലയ്ക്ക് വളർത്തിയെടുക്കണേ, നിങ്ങൾ നല്ലവരായി ജീവിക്കണേ. റബ്ബ് തന്ന നാവ് കൊണ്ട് കള്ളം പറയല്ലേ, മറ്റൊരാളെ ചീത്ത പറയല്ലേ, തെറി പറയല്ലേ, ഗീബത്ത് പറയല്ലേ, ഏഷണി പറയല്ലേ, ഭീഷണിപ്പെടുത്തരുതേ. റബ്ബ് തന്ന കണ്ണുകൊണ്ട് നിങ്ങൾ അന്യമണ്ണിലേക്ക് നോക്കല്ലേ, അന്യന്റെ വീട്ടിലേക്ക് അവന്റെ പൊരുത്തമില്ലാതെ എത്തി നോക്കല്ലേ, മറ്റൊരുത്തന്റെ കത്ത് പൊളിച്ച് വായിച്ച് നോക്കല്ലേ, നിങ്ങളതാ കണ്ണ് ഹറാമുള്ളതൊന്നും നോക്കല്ലേ, കാതുകൊണ്ട് ഹറാമ് കേൾക്കല്ലേ, കൈകൊണ്ട് ഹറാമ് പിടിക്കല്ലേ, കാലുകൊണ്ട് ഹറാമിലേക്ക് നടക്കല്ലേ. നിങ്ങളെ എല്ലാ ആരോഗ്യത്തിനും നിങ്ങൾക്ക് തന്നിട്ടുള്ള ഭക്ഷണമുണ്ടല്ലോ, അതിൽ വല്ലാത്ത ഭക്ഷണങ്ങളില്ലേ, പോഷകങ്ങളില്ലേ, രുചിയുള്ളതില്ലേ, ധാരാളം വെള്ളം തന്നിട്ടില്ലേ, നിങ്ങൾക്ക് ദശക്കണക്കിന് ചായയില്ലേ, ദശക്കണക്കിന് ജ്യൂസുകളില്ലേ, നിങ്ങൾക്ക് ഇളനീർവെള്ളം തന്നിട്ടില്ലേ, നിങ്ങൾക്ക് എ ഗ്ലാസ് പാല് തന്നിട്ടില്ലേ, നിങ്ങൾക്ക് എ ഗ്ലാസ് തേന് തന്നിട്ടില്ലേ, എല്ലാം തന്ന രാജാവല്ലേ. കഴിയോ അമേരിക്കയുടെ പ്രസിഡന്റിന് ഒരു അര ലിറ്റർ പാലുണ്ടാക്കാൻ കഴിയോ? റഷ്യയുടെ പ്രധാനമന്ത്രിക്ക് ഒരൽപ്പം തേനുണ്ടാക്കാൻ കഴിയോ? അതാ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഒരിളനീരുണ്ടാക്കി തരാൻ കഴിയോ? പോകട്ടെ, ഒരു ചെറിയ തൊട്ടാറുവടിയുടെ മേലെയുള്ള പുഷ്പമെങ്കിലും ആർക്കെങ്കിലും ലോകരാജാക്കന്മാർക്ക് ഉണ്ടാക്കാൻ കഴിയോ? ഇവിടെ കുറെ പുഷ്പം ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരൊറ്റ പൂമ്പാറ്റയും ഇതിന്റെ മേലെ വന്ന് വീഴൂല, ഒരു തേനീച്ചയും വീഴൂല. കാരണം അവകൾക്കറിയാം ഇത് ഒറിജിനലല്ല, ഇതാളെ പറ്റിക്കുന്ന സാധനമാണ്. അതേ സമയത്ത് സുഹൃത്തുക്കളെ, ഒറിജിനൽ പുഷ്പമൊന്നുണ്ടാക്കാൻ വല്ല ശാസ്ത്രജ്ഞനും കഴിയുന്നുണ്ടോ? രാജാവിനും കഴിയുന്നുണ്ടോ? രക്തം വേണം ആശുപത്രിയിൽ, രക്തമുണ്ടാക്കാൻ വല്ല മെഡിക്കൽ കോളേജിനും സാധിക്കുന്നുണ്ടോ? പോകട്ടെ, ഉള്ള രക്തത്തിന്റെ ഗ്രൂപ്പ് ഒന്ന് മാറ്റാൻ കഴിയുന്നുണ്ടോ? രാവിലെയും വൈകുന്നേരം ഗ്രൂപ്പ് മാറുന്ന കാലമല്ലേ ഇത്. പക്ഷേ രക്തത്തിന്റെ ഗ്രൂപ്പ് മാറ്റാൻ കഴിയുന്നുണ്ടോ? യജമാനനായ റബ്ബല്ലേ, എല്ലാം തന്നുകൊണ്ടിരിക്കുന്ന രാജാവ്. ആ രാജാവായ റബ്ബ് ആയിരക്കണക്കിന് വെള്ളം തന്നില്ലേ, ഭക്ഷണം തന്നില്ലേ. لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت. യാത്ര പോകാനുള്ള സൗകര്യങ്ങളൊക്കെ തന്ന റബ്ബ്, ആ യാത്ര ചെയ്തുകൊണ്ട് ഏത് നാട്ടിൽ നിന്നും വന്ന് നമ്മൾ കാണേണ്ടുന്ന കഅബ ശരീഫിന്റെ റബ്ബ്, ആ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല, അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. ആ റബ്ബല്ലേ നിങ്ങൾക്ക് വിശക്കുമ്പോൾ ഭക്ഷണം തന്നവൻ. സുബ്ഹാനല്ലാഹ്, വലിയ കോടീശ്വരനാണ്. പക്ഷേ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, വയറ്റിന് ക്യാൻസറാണ്, അല്ലാഹ് കാക്കട്ടെ. വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല, തൊണ്ടയ്ക്ക് ക്യാൻസറാണ്, റബ്ബ് കാക്കട്ടെ. സുഹൃത്തുക്കളെ, ഭക്ഷണം തരുന്നവൻ അല്ലാഹുവല്ലേ, എല്ലാം തരുന്നവൻ അല്ലാഹുവല്ലേ. നമ്മുടെ പ്രവർത്തകർ ബക്കറ്റും കൊണ്ടുവരും, നല്ല സംഭാവന കൊടുക്കണം. നിങ്ങളൊക്കെ ബക്കറ്റിൽ നല്ല സംഭാവന, അല്ലാഹു അത് ഖബൂൽ ചെയ്യട്ടെ, അതിൽ ദുനിയാവിലും ആഖിറത്തിലും പകരം തരട്ടെ. സുഹൃത്തുക്കളെ,
പണമുള്ളത് കൊണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയോ? ഭക്ഷണം തരുന്നവൻ അല്ലാഹുവല്ലേ? അല്ലാഹു വലിയ പണക്കാര് മെഡിക്കൽ കോളേജിന്റെ മേൽപോട്ട് നോക്കി കിടക്കുന്നു. ഭക്ഷണം കഴിക്കാൻ പണമില്ലാഞ്ഞിട്ടല്ല, ഭക്ഷണം കഴിച്ചുകൂടാ. റബ്ബേ, അത്ര രോഗങ്ങൾ നീ തന്നേക്കരുത് റഹ്മാനെ. അതേ നിങ്ങൾ ഇവിടെ തൊട്ടടുത്ത് പർവ്വതങ്ങൾ മലകളാണെന്ന് പറഞ്ഞു, ഇവിടെ പാവപ്പെട്ടവർ ജീവിക്കുന്ന പ്രദേശമാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറയട്ടെ, നിങ്ങൾ നിർഭയമുള്ളവരല്ലേ? നമ്മുടെ സഹോദരന്മാര് സഹോദരിമാർ ഫലസ്തീനിൽ ജീവിക്കുന്നു, ഇറാഖിൽ ജീവിക്കുന്നു, യമനിൽ ജീവിക്കുന്നു, സിറിയയിൽ ജീവിക്കുന്നു. അങ്ങനെ പല സ്ഥലത്തും നമ്മുടെ സഹോദരന്മാര് ജീവിക്കുന്നു. എന്റെ ചെറുപ്പക്കാരെ, അവിടെ യുവാക്കളെ വെടിവെച്ച് കൊല്ലുന്നു, ഫലസ്തീനിൽ ചെറിയ പിഞ്ചുമക്കളെ അറുക്കുന്നു. അതുപോലെ അതാ എത്രയോ ഉമ്മമാരും പ്രായമുള്ളവരും തീവ്രവാദികളുടെയും ചിലപ്പോ യഹൂദികളുടെയും പലപ്പോൾ പലരുടെയും വെടിവെച്ച് മരിക്കുന്നു. സ്വസ്ഥമായൊന്ന് കിടന്നുറങ്ങാൻ കഴിയുന്നുണ്ടോ? അല്ലാഹു തആല നമുക്ക് നിർഭയത്വം തന്നില്ലേ? നമ്മുടെ നാട്ടിൽ സുഖമായി നമ്മൾ കിടന്നുറങ്ങുന്നില്ലേ? യാത്ര പോകുന്നില്ലേ? ജീവിക്കുന്നില്ലേ? റബ്ബിന് എത്ര നന്ദികളും, എത്ര റബ്ബിനെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം, ആരാധിക്കണം, എത്ര റബ്ബിനെ നമ്മൾ അനുസരിക്കണം. ആ റബ്ബ് പ്രയാസങ്ങളൊന്നും തരാതെ സന്തോഷകരമായി ജീവിക്കാൻ തന്നിട്ട് ആ റബ്ബ് വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ റബ്ബ് തന്ന വയറ്റിലേക്ക് തിന്നാൻ പറ്റുമോ? അന്യന്റെ ഹക്ക് വയറ്റിലാക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നു. അതേ ഒരു ചെറിയ കുട്ടി കല്ലെടുത്തിട്ട് ഈത്തപ്പനക്ക് എറിയുകയാണ്. ഈത്തപ്പഴം വീഴാനാണ് എറിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, മോനെ എന്തിനാ എറിയുന്നത്? നബി, ഈത്തപ്പഴം വീണാൽ എനിക്ക് തിന്നാനാണ്. നബി തങ്ങൾ പറഞ്ഞു, നീ എറിയരുതേ മോനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. കാരണം അതേ ഹറാമിനാൽ ഉണ്ടാകുന്ന മാംസം, ഹറാമിനാൽ വളരുന്ന സെല്ല്, ഹറാമിനാൽ വളരുന്ന ശരീരം നരകം കൊണ്ട് ബന്ധപ്പെട്ടതാണ്. മോനെ, നീയറിയല്ലേ? വല്ല ഈത്തപ്പഴവും വീണ് കിടക്കുന്നുണ്ടെങ്കിൽ നീ അത് പെറുക്കി തിന്നോ, കുഴപ്പമില്ല. അതേ നമ്മൾ റോട്ടൊന്നും കൂടി പോകുമ്പോ റോട്ടിന്റെ മേലെ വീണ് കിടക്കുന്ന ചെറിയ പഴുത്ത മാങ്ങ, അത് നമ്മൾ എടുത്തില്ലെങ്കിൽ അതാകെ വണ്ടിക്ക് കുടുങ്ങി പോകും, അല്ലെങ്കിൽ നശിച്ചു പോകും. ആ വീണ മാങ്ങ എടുക്കുന്നത് സാധാരണ നിൽക്കുക മാവിന്റെ ഉടമസ്ഥന്, ആ മാങ്ങാ മരത്തിന്റെ ഉടമസ്ഥന് അത് സന്തോഷമാണ്, അതിൽ താല്പര്യക്കുറവില്ല. ഇതുപോലെ ഈത്തപ്പഴം വീണത് നീ പെറുക്കി തിന്നോ മോനെ, അതേ സമയത്ത് ഇനിമേലിൽ നീ എറിയരുതേ എന്ന് പറഞ്ഞിട്ട് ഹബീബായ നബി തങ്ങളുടെ കാരുണ്യം, റഹ്മത്തുൽ ലിൽ ആലമീനല്ലേ, ആ ചെറിയ പിഞ്ചു കുഞ്ഞിനോട്, ചെറുപ്പക്കാരനായ ചെറിയ മോനോടുള്ള കാരുണ്യം. അവിടുന്ന് ഒരൊറ്റ ദുആ, അല്ലാഹുമ്മ അസ്മി ബത്നഹു, ആ കുട്ടിക്ക് നീ വയറ് നിറച്ചു കൊടുക്കണേ അല്ലാഹ്. അന്യന്റേത് തിന്നാതെ തന്നെ നീ വയറ്റിന് വിശപ്പടക്കി കൊടുക്കണേ അല്ലാഹ്. ഏത് നബിയാണിത്? وسد من سواب أحساه وطوى تحت الحجارة كسحا طرف الآدم. പട്ടിണി കിടന്നിട്ട് കല്ലെടുത്ത് വയറ്റിലേക്ക് വെച്ച് കെട്ടിയിട്ട് അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളും ദീനിന്റെ വിശ്വാസങ്ങളും ഈ ആഖിറസമാനിൽ ജീവിക്കുന്ന സാധുക്കളായ നമുക്ക് എത്തിച്ചു തരാൻ വേണ്ടി ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വയറ്റിന് കല്ല് വെച്ച് കെട്ടിയിട്ട് വികാസ് എടുത്ത് കിടങ്ങ് കീറിയ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിക്ക് വിശപ്പടങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
പറഞ്ഞു, മക്കളെ, നിങ്ങൾ ലഹരിയുള്ളത് കുടിക്കരുതേ, നിങ്ങൾ കള്ള് കുടിക്കരുതേ, ബ്രാൻഡിയും വിസ്കിയും ചാരായവും ബാറും ബീറും നിങ്ങൾ ലഹരിയൊന്നും ഉപയോഗിക്കരുതേ. കാരണം മൻസരിബ മുസ്കിറൻ, വല്ലവനും ലഹരിയുള്ളത് കുടിച്ചാൽ അവന് നരകത്തിൽ നിന്ന് കുടിക്കാൻ കിട്ടുന്നത് അബൂജഹലിന്റെ ചലമാണ്, ഫിറഔനിന്റെ ശരീരത്തിൽ നിന്നൊലിക്കുന്ന നീരാണ്. അങ്ങനെ നരകത്തിൽ കിടക്കുന്നവരുടെ ചലവും നീരും കുടിക്കേണ്ടി വരും. എന്റെ ഉമ്മത്തത് കുടിക്കുന്നവരാകരുത്. അവർക്ക് ഞാൻ മുക്കിക്കൊടുക്കുന്നൊരു വെള്ളമില്ലേ? سيدي خير النبي صلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. سبحان الله يا سيدي خير النبي النبي. ആരോ ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് എന്റെ നാഥനായവരെ എന്ന് വിളിച്ചു, അർത്ഥം വെച്ചു. സുബ്ഹാനല്ലാഹ്. ഒരു മൗലവി അദ്ദേഹം എന്റെ അതേ ശൈലിയിൽ പ്രസംഗിക്കുകയാണ്. നാഥൻ എന്ന് പറഞ്ഞാൽ അല്ലാഹല്ലേ, റസൂലുള്ളാഹിനെ നാഥൻ എന്ന് വിളിക്കാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഇങ്ങനെ ക്ലിപ്പിട്ടിട്ട് ആൾക്കാർക്ക് എത്തിച്ച് കർണാടകയിൽ നിന്ന് വിളിച്ചിട്ട് ഒരാൾ പറയുന്നു, പേരോട് ഉസ്താദ് മൗലിദിനെതിരെ പ്രസംഗിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞാനല്ല, ഒരു മുജാഹിദ് മൗലവിയാണ് പ്രസംഗിച്ചത്. അവന്റെ വിവരക്കേട്. ഞാൻ ചോദിച്ചു, ഇവനെന്തൊരു മനുഷ്യനാ? ഇവനൊന്നുമില്ലെങ്കിൽ നാഥൻ അള്ളാന്റെ റസൂലിനെ വിളിച്ചത് കൊണ്ടാണോ ഇവൻ ഇത്രയും വിഷമിക്കുന്നത്? എന്നാൽ ഇവനെന്തേ അനാഥ മക്കൾ തന്നെ അള്ളയില്ലാത്ത മക്കൾ എന്നാണോ അവൻ അർത്ഥം വെച്ചത്? അതുപോലെ തന്നെ അനാഥാലയം എന്ന് പറഞ്ഞാൽ പടച്ചോനില്ലാതെ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം എന്നാണോ അതിന്റെ അർത്ഥം? കുടുംബനാഥൻ റേഷൻ കാർഡിൽ എഴുതി വെച്ചത് അള്ളാഹിനെ പറ്റിയാണോ? നാഥനെന്ന് നേതാക്കന്മാരെ പറ്റിയും രക്ഷിതാക്കളെ കുറിച്ചും നാഥൻ എന്ന് മലയാളത്തിൽ പറയുന്ന ഒരു വാക്കല്ലേ? സയ്യിദ് എന്നതിന് നാഥൻ എന്ന് പറയുമ്പോഴേക്ക് പറഞ്ഞവനെ പിടിച്ച് കാഫറാക്കുന്ന, മുസ്ലിമീങ്ങളെ കാഫറാക്കുന്ന ഏർപ്പാടുകാരൻ, അവനെ പോലെ ഈ ലോകത്ത് മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുന്നവരാരാണ്? ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. സുഹൃത്തുക്കളെ, അസയ്യിദി ഖൈറൻ നബി, നബിതങ്ങളോട് ഹൗദുൽ കൗസറിന് വേണ്ടി യാചിക്കുകയാണ് മുഅ്മിനീങ്ങള്. എന്തേ കാരണം? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാ, ഇന്നാ അഅതൈനാകൽ കൗസർ, അൽ കൗസർ തങ്ങൾക്ക് തന്നു കഴിഞ്ഞിരിക്കുന്നു നബിയേ, തങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞൊരു സംഗതിയാണ് ഹൗദുൽ കൗസർ. ഇനി തങ്ങളിൽ നിന്ന് തന്നെ കിട്ടണ്ടേ? അതാ ഇന്നനാർജുയില്ല കൽസി ഹൗദിക ലില്ലതസ് യൗമ നസിരി കിതാബിയ സയ്യിദി ഖൈറൻ നബി. ഹൗദുൽ കൗസർ എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തിന് എനിക്ക് വിതരണം ചെയ്യണം. അത് വാങ്ങിക്കുടിക്കാൻ നിങ്ങൾ അർഹരാകണം. അതുകൊണ്ട് നിങ്ങൾ ആരും അബൂജഹലിന്റെ ചലം കുടിക്കുന്ന പാർട്ടിയിൽ പെട്ടുപോകരുത്. നിങ്ങൾ മദ്യപിക്കുന്നവരാകരുത്, ലഹരി കുടിക്കുന്നവരാകരുത്. എന്റെ കയ്യിൽ ഹൗദുൽ കൗസർ നോക്കി കുടിക്കുന്നവരാകണം. ഞാൻ ഹൗദുൽ കൗസറിന്റെ അടുക്കൽ ഉമ്മത്തുകളായ നിങ്ങളെ കാത്തിരിക്കും. നിങ്ങൾ അവിടെ വന്ന് എന്നോട് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കണം. നിങ്ങളതിനപ്പുറം കള്ളു കുടിച്ചിട്ട് നരകത്തിൽ കിടന്ന് അബൂജഹലിന്റെ ചലം കുടിക്കുന്നതിൽ പെട്ടുപോകരുത്. അവിടുന്ന് പഠിപ്പിച്ചില്ലേ സുഹൃത്തുക്കളെ? അവിടുന്ന് വിരോധിക്കേണ്ടതെല്ലാം വിരോധിച്ചില്ലേ? കൽപ്പിക്കേണ്ടതെല്ലാം കൽപ്പിച്ചില്ലേ? ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അച്ചടക്കമുള്ള അനുസരണമുള്ള അനുയായികളാകണം. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് ആ മുജാഹിദ് മൗലവി അവൻ പറയാണ്, അള്ളാന്റെ റസൂലിനോട് സഹാബത്ത് തേടാറില്ല, സഹാബത്തിനെയാ നമ്മൾ പിന്തുടരേണ്ടത്. ഇത് കേട്ടപ്പോ ഞാനിങ്ങനെ, എനിക്ക് ചിരി വന്നുപോയി അവന്റെ വാക്ക് കേട്ടിട്ട്.
സുബ്ഹാനല്ലാഹ്, എല്ലാ സഹാബികളും 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചിട്ട് അത് 12 കട്ടവനാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, സർവ്വ സഹാബികളും ജുമഅക്ക് 2 ബാങ്ക് വിളിച്ചിട്ട് മക്ക മദീനയിൽ അടക്കം ഇന്നും 2 ബാങ്കും 20 റക്അത്ത് തറാവീഹും ഉണ്ടായിട്ട് അത് പാടില്ല എന്ന് പറഞ്ഞവനാ സഹാബത്തിന്റെ പേര് പറയുന്നത്. ലോകം മുഴുക്കെ ഇസ്ലാം മതം പ്രചരിപ്പിച്ച സഹാബത്ത് ലോകം മുഴുക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് നടപ്പാക്കി. വജൂബായ സുന്നത്ത് എന്ന് പറഞ്ഞത് തെറ്റിദ്ധരിക്കല്ല. 5 നേരം നിസ്കരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യ, ഉജൂബായ സുന്നത്താണ്. സുന്നത്തിന്റെ ചര്യ, അല്ലാതെ നമ്മൾ പറയുന്ന സാങ്കേതികാർത്ഥത്തിലുള്ള എടുത്താക്കൂലിയുള്ള ചോദിച്ചാൽ തെറ്റില്ല എന്നുള്ള അർത്ഥത്തിലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ, ആ ചര്യയിൽ പെട്ടതല്ലേ അറബിയിൽ നിസ്കരിക്കണം, അറബിയിൽ ഖുതുബ ഓതണം, അറബിയിൽ ജുമഅ നടത്തണം. നബി തങ്ങളുടെ ജീവിതത്തിൽ ജുമഅ നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഖുതുബ നടത്തിയില്ല, ഖുതുബ ഓതിയ ഭാഷയിലല്ലാതെ ജുമഅ നടത്തിയില്ല. അതിന്റെ ഭാഷ വെട്ടിമാറ്റിയിട്ട് ലോകത്തെ ഏറ്റവും വലിയ ബിദ്അത്ത് നടപ്പാക്കി മുസ്ലിമീങ്ങളെ ജുമഅ ബാത്തിലാക്കിയവനല്ലേ പുത്തൻവാദി. അവൻ പറയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് റസൂലുള്ളാഹിനോട് സഹായം തേടിയില്ല പോൽ. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം അവിടുന്ന് പറഞ്ഞു, യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന. ആഖിറു സമാനിൽ വരും ദജ്ജാലൂന, കബളിപ്പിക്കുന്നവർ വരും. ആളുകൾ കൺഫ്യൂഷൻ ആക്കുക, പേരോടിന്റെ ശൈലി പ്രസംഗിക്കുക, എന്നിട്ട് എന്റെ അതേ സൗണ്ട് പോലെ ആക്കി നോക്കുക. അതൊന്നില്ല, അത് വേറെ വിഷയം. ആക്കി നോക്കുക, എന്നിട്ട് എന്റെ ശൈലി പ്രസംഗിക്കുക. എന്തൊരു സാധാരണക്കാരായ സുന്നികളെ പറ്റിക്കാൻ വേണ്ടി. ദജ്ജാലൂന, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ദജ്ജാലൂന കബളിപ്പിക്കുന്നവർ, കദ്ദാബൂന ധാരാളം കളവ് പറയുന്നവർ. സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് സഹായം നേടിയിട്ടില്ല. എന്നാലില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം തന്നെ ചെയ്തത് നേരെ ചെന്നിട്ട് അവിടുത്തെ മുഖത്ത് നിന്ന് തുണിയൊന്ന് നീക്കി, എന്നിട്ടൊന്ന് ചുംബിച്ചു, എന്നിട്ട് അവിടുന്ന് അങ്ങ് വിളിച്ചു, ബിഅബീ അൻത വഉമ്മീ യാ നബിയല്ലാഹ്. അല്ലാഹുവിന്റെ നബിയായവരെ, എന്റെ ബാപ്പയെ എന്റെ ഉമ്മയെ അങ്ങേക്ക് സമർപ്പിക്കും, എല്ലാം ഞാൻ തങ്ങൾക്ക് സമർപ്പിക്കും. അങ്ങയോടുള്ള സ്നേഹം എല്ലാവരെക്കാളും സ്വന്തം ശരീരത്തെക്കാളുമുള്ള സ്നേഹമാണ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞത് ഇമാം ഗസാലി തങ്ങൾ ഈയിൽ ഉദ്ധരിച്ചില്ലേ, ഉദ്കുർനാ ഇൻദ റബ്ബിക വൽനകുൻ ബിബാലിക. അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങളെ കാര്യം തങ്ങൾ പറയണേ നബിയേ. ജീവിതത്തിൽ ഒരു സക്കറാഹത്തും ചെയ്യാതെ, ഒരു ഹറാമും ചെയ്യാതെ ജീവിച്ച സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, എല്ലാ ഔലിയാക്കളെയും നേതാവ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായം വേണം, അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് വേണം. ഉദ്കുർനാ ഇൻദ റബ്ബിക, തങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ ഞങ്ങളെ കാര്യം തങ്ങൾ ഓർക്കണേ നബിയേ, പറയണേ നബിയേ. വൽനകുൻ ബിബാലിക, തങ്ങളെ മനസ്സിൽ സാധുക്കളായ ഞങ്ങൾ ഓർമ്മ വേണേ നബിയേ. വഫാത്തിന്റെ ശേഷവും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് തേടുകയാണ്, എന്റെ ജീവിതകാലത്തുകൾക്കുടോ മുഅ്മിനീങ്ങളെ, ഞാനിപ്പോൾ ഒരു 2 ആഴ്ച മുമ്പ്, ഏകദേശം ഒരു 10 ദിവസം മുമ്പ് ഞാൻ സിയാറത്ത് ചെയ്തു മാസിൻ ഇബ്നു അദൂബ് റളിയല്ലാഹു അൻഹു ഖബർ ഒമാനിൽ സമായിൽ. മഹാനവറുകളിൽ വിഗ്രഹാരാധകനായിരുന്നു. വിഗ്രഹത്തിനെ ആരാധിച്ച് വിഗ്രഹത്തിന് കർമ്മം നടത്തുന്നതിനിടയിൽ വിഗ്രഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. മാസിനെ യാ മാസിനെ ഇസ്മൈ കേൾക്കൂ, സന്തോഷമുള്ള റിപ്പോർട്ട് കേൾക്കൂ. ലഹറ ഖൈറു വബതന ശർറ്, അതാ ഖൈർ വെളിച്ചത്ത് വന്നിരിക്കുന്നു, ശർറ് ഉൾവലിഞ്ഞു പോയിരിക്കുന്നു. ബുഇസ നബിയ്യും മിൻ മുളർ ഗോത്രത്തിൽ ഒരു നബിയെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ബിദീനില്ലാഹിൽ അക്ബർ, ഏറ്റവും മഹാനായ റബ്ബിന്റെ ദീനുമായിട്ടാണ് വന്നത്. ഫദഅനഹീതൻ മിൻ ഹജർ, അതുകൊണ്ട് ഞാൻ എന്നെപ്പോലുള്ള
കല്ലിനെ നിങ്ങൾ ചെത്തിയുണ്ടാക്കി ആരാധിക്കുന്ന പരിപാടി നിർത്തൂ മാസിനെ. തസ്ലം മിൻ ഹർരി സഖർ, നരകത്തിന്റെ ചൂടുന്ന് രക്ഷപ്പെടാം മാസിനെ. വിഗ്രഹമാണ് വിളിച്ചു പറയുന്നത്. പേടിച്ചുപോയി. അന്ന് മടങ്ങി. പിന്നെയും കുറെ ദിവസം കഴിഞ്ഞു രണ്ടാമതൊരു കർമ്മം നടത്താൻ വേണ്ടി വീണ്ടും വന്നു വിഗ്രഹത്തിന്റെ അടുക്കല്. അപ്പം വിളിക്കുകയാണ്, അഖ്ബിൽ ഇലയ്യ അഖ്ബിൽ, വരൂ മാസിനെ വരൂ, തസ്മഅ മാ ലാ തജ്ഹൽ, നീ മനസ്സിലാക്കിയ വിഷയം ഇനിയും കേൾക്കൂ. അറിയണ്ടാത്ത വിഷയമല്ല, അറിയേണ്ട വിഷയ കേട്ടോ. ഹാദാ നബിയ്യുൻ മുർസൽ, അതാ നബി മുർസൽ വന്നിരിക്കുന്നു. അത് ഇറക്കപ്പെട്ട സത്യവുമായി വന്നതാ. ഫാമിൻ ബിഹി, പോയി വിശ്വസിച്ചോ മാസിനെ. കൈതദില്ലൻ ഹർരിനാർ വഖൂദുഹൽ ജുന്ദുൽ, കല്ല് കത്തിക്കപ്പെടുന്ന തീയുണ്ട്, ആ തീയിൽ നിന്ന് രക്ഷപ്പെടാൻ മാസിനെ. നബിന്റെ അടുക്കലേക്ക് പോയിക്കോ, എന്നെ കൈയൊഴിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരവിലും നബിയുടെ ജന്മത്തിലും സന്തോഷിക്കാത്ത ഒരു കല്ലുമില്ല, ഒരു മരവുമില്ല. അതില് സന്തോഷിക്കാൻ കഴിയാത്തവര് അതാ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ മാത്രം. സുഹൃത്തുക്കളെ, മാസിർ റളിയല്ലാഹു അൻഹു അന്വേഷണം തുടരുന്നു. നബി തങ്ങളെ കുറിച്ച് വിവരം കിട്ടുന്നു. നബി തങ്ങളെ സമീപത്തേക്ക് ചെല്ലുന്നു. ആ മാസിർ റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരെ, കള്ളുകൂടി ശീലിച്ചു പോയ ആളാണ് കേട്ടോ, വ്യഭിചാരം ശീലിച്ചു പോയ ആളാണ് കേട്ടോ. വാദ്യമേളങ്ങളും പാട്ടുകളൊക്കെ വലിയ താല്പര്യമാണ്, അതേ സമയത്ത് നല്ലതിൽ ചിന്ത കുറവാണ്. ആ മാസിർ റളിയല്ലാഹു അൻഹുവിന് അതാ ഹിദായത്തിന്റെ വെളിച്ചം കിട്ടുന്നു. വെളിച്ചത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നതിന് വിഗ്രഹമാണ്, കല്ലാണ്. നബി തങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത്. അല്ലാഹുവേ, ആ ഹബീബിന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളുടെ സദസ്സുകൾ ഹിദായത്തിന് വഴിയാക്കണേ അല്ലാഹ്, തഖ്വക്ക് വഴിയാക്കണേ അല്ലാഹ്. കേൾക്കുന്നവർക്കല്ല, കേൾക്കുന്നവരെക്കാൾ ഏറ്റവും തഖ്വ പാവപ്പെട്ട ഞാനല്ലേ. അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ لا عمل لقد نسبت بي نسلا لذي عقوبي وما تثبت قبل الموت نافلة ولم أصلي سوى فرض ولم أصومي. ഇമാം ബൂസരിക്കല്ലത് ബാധകം, അത് ബാധകം ഈ പാവപ്പെട്ട എനിക്കാണ്. നിങ്ങളെപ്പോലുള്ള പ്രസംഗിക്കുന്നവരുടെ മനസ്സ് തട്ടി ഉണർത്താനല്ലേ അത് പറഞ്ഞത്. മറ്റുള്ളവരോട് നല്ലത് പറയുന്നു, പക്ഷേ സ്വന്തം നന്നാകണ്ടേ. റബ്ബേ, ഞങ്ങളെല്ലാവരെയും നീ നന്നാക്കി തരണം റഹ്മാനേ. അതിനെന്ത് വേണം? അതിന് നല്ല നല്ല മനുഷ്യന്മാരെ സദസ്സിൽ പോകണം, നല്ലവരുമായി ബന്ധപ്പെടണം. ഇമാം ബൂസരി അത് സൂചിപ്പിച്ചിട്ടുണ്ട്. വിരളി പിടിച്ച കുതിരയെ പോലെ പിടിച്ചു വിട്ടാത്ത ഒരു ശരീരം പിന്നെയും പിന്നെയും തെറ്റിലേക്ക് ചാടിപ്പോകുന്നു, പിന്നെയും പിന്നെയും തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു, പിന്നെയും പിന്നെയും നല്ലതിൽ പിടിച്ചു വലിക്കുന്നു. ഈ വിരളി പിടിച്ച കുതിരയെ പോലെ കളിക്കുന്ന എന്റെ ശരീരത്തെ പിടിച്ചു കെട്ടാൽ ഒരു നല്ല ആത്മീയ ചിന്തയുള്ള ഒരു പണ്ഡിതനെവിടെ, ഒരു ആത്മീയ ചിന്തയുള്ള ഒരു സദസ്സെവിടെ, ഒരു ആത്മീയ ചിന്തയുള്ള ഒരു മഹാനെവിടെ? എല്ലാവർക്കും മഹാൻ, എല്ലാവരും ഖൽബും നന്നാക്കാറുള്ള മഹാൻ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി. സുഹൃത്തുക്കളെ, മഹാനായ മാസിർ റളിയല്ലാഹു അൻഹു, എന്റെ കള്ളുകൂടി ശീലമൊന്ന് മാറിക്കിട്ടണം, അന്യപെണ്ണിലേക്ക് നോക്കുന്നതും തെറ്റ് ചെയ്യുന്നതും ഒന്ന് മാറിക്കിട്ടണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കലേ വിഗ്രഹങ്ങളും വലിച്ചെറിഞ്ഞു എന്നിട്ട് പറഞ്ഞു, കസ്സർതു ബാജിവൻ അജിദഅനം വകാന ലനാ
ربا نطيف به لم بتغلالي فالهاشمي هذا من ضلالتنا ولم يكن دينه مني على بالي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് എന്നിട്ട് ഇസ്ലാം മതം അങ്ങ് സ്വീകരിച്ചുകൊണ്ട് പറയുകയാണ്, എന്റെ എല്ലാ പരിപാടികളും ഞാൻ നിർത്തി, എന്നെ സന്മാർഗത്തിലേക്ക് ഹാശിമിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ നടത്തുന്നു. അവിടുത്തെ ദീൻ എന്റെ മനസ്സിൽ പതിഞ്ഞിരുന്നില്ല. അതെനിക്ക് വിളിച്ചറിയിച്ചതൊരു കല്ലാണ്, വിഗ്രഹമാണ്. ഇനി ഞാൻ പഴയ സ്വഭാവത്തിലില്ലേ ഇല്ല, ഇനി പഴയ വിഷയങ്ങളിലില്ലേ ഇല്ല. നബി തങ്ങളോ വിളിച്ചിട്ടങ്ങ് പറഞ്ഞു, ഇലൈക റസൂലുള്ളാഹി ഖബ്ബത്ത് മതിയതി തജൂബുൽ ഫയാഫി മിൻ ഒമാന ഇലൽ അർജി. ഒമാനിൽ നിന്ന് കഥാ ഒരുപാട് താണ്ടി യാത്ര ചെയ്തു വന്നതാ നബിയെ, അത് തങ്ങളിലേക്കാ നബിയെ. എന്തിനാ വന്നത്? അവിടുത്തെ റെക്കമെൻഡ് കിട്ടാൻ, അവിടുത്തെ ശഫാഅത്ത് കിട്ടാൻ, അവിടുത്തെ ഉപദേശം കിട്ടാൻ. യാ ഖൈറ യഅ്മൻ വഅത്തിയൽ ഹസാ ഫയഖീറ ലി റബ്ബി ഫർജിഉ ബിൽ ഫലജി. തങ്ങളെ റെക്കമെൻഡ് കൊണ്ട് ഞാനൊന്ന് നന്നാകണം, തങ്ങളെ ദുആ കൊണ്ട് ഞാനൊന്ന് രക്ഷപ്പെടണം, അവിടുത്തെ റെക്കമെൻഡ് കൊണ്ട് ഞാനൊന്ന് രക്ഷപ്പെടണം. എന്റെ ദോഷങ്ങളെല്ലാം റബ്ബൊന്ന് പുറത്തു തരണം. എനിക്കൊന്ന് മടങ്ങിപ്പോകാനുണ്ട് എന്റെ നാട്ടിലേക്ക്. നാട്ടിന്റെ അവസ്ഥ മോശമാണ്. എന്റെ നാട്ടിൽ ദുഷിച്ച ചിന്തകളുള്ളവരാണ്, ദുഷിച്ച പ്രവർത്തനം നടത്തുന്നവരാണ്. അവരിലേക്ക് എനിക്കൊന്ന് തിരിച്ചു പോകണം, പൊറുക്കപ്പെട്ട നിലക്ക് നന്നായിട്ടൊന്ന് മടങ്ങിപ്പോകണം. അവിടുത്തോടങ്ങ് പറഞ്ഞു, ഞാൻ കള്ളുകുടിയിൽ ലയിച്ചു പോകുന്നവനാണ്, ഞാൻ സ്ത്രീകളെ പ്രേമിച്ചു പോകുന്നവനാണ്, ഞാൻ വേണ്ടാത്ത വാദ്യമേളങ്ങളിൽ സുഖിച്ചു പോകുന്നവനാണ്. ഓ നബിയെ, എനിക്ക് പരിഹാരം. ഓ നബിയെ, ഞങ്ങൾ ഒമാനിൽ മഴയില്ല, വലിയ വിഷമത്തിലാണ്. ഓ നബിയെ, വലതും എനിക്ക് കുട്ടിയില്ല. അവിടുന്നൊന്ന് എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണം, എന്നെ ഒന്ന് സംസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ദുആ, അല്ലാഹുമ്മ അബ്ദിൽഹു ബിത്വറബി ഖിറാഅത്തുൽ ഖുർആൻ. അല്ലാഹുവേ, നീ മാസിനിന് വാദ്യമേളങ്ങളിലും പാട്ടിലുമൊക്കെയുള്ള വാസന മാറ്റി ഖുർആൻ കൊണ്ട് രസം കൊടുക്കണേ. വബിൽ ഹറാമിൽ ഹലാൽ, ഹറാമിന് പകരം ഹലാൽ കൊടുക്കണേ. തെറ്റിന് പകരം പാതിവൃത്യം കൊടുക്കണേ. അദ്ദേഹത്തിന്റെ നാട്ടിൽ ജീവിതം കൊടുക്കണേ, അദ്ദേഹത്തിന് കുട്ടിയെ കൊടുക്കണേ. മഹാനവറുകൾ പറഞ്ഞു, വകുന്തും റബ്ബിൽ ഹംദി വല്ലഹരി സബബിയ حتى ذن الجسم بالنهجي فبدلني بالخمر خوفا وخشية وباللهر إحسانا فحسن لي فرجي. എന്റെ ആ വാദ്യമേളങ്ങളോടുള്ള വാസന പോയി. ഖുർആനാണ് എനിക്ക് താല്പര്യം. പകുതിയോളം ഖുർആൻ ഞാൻ മനഃപ്പാഠമാക്കി. ഞാൻ വിവാഹം കഴിച്ചു. എനിക്കതാ ഹയ്യാൻ ഇബ്നു മാസിൻ എന്ന കുട്ടി ജനിച്ചു. ഒമാനിൽ ധാരാളം മഴ കിട്ടി. ഞാനിപ്പോൾ ഒരു 10-12 ദിവസം മുമ്പ് മഹാനവറുകളെ ഖബറിന് സമീപത്ത് എന്നപ്പോഴും കണ്ടല്ലോ, നല്ല ശുദ്ധമായ വെള്ളം ആ മഖ്ബറയുടെ താഴ്ഭാഗത്തൂടെ ഇങ്ങനെ ശുദ്ധവെള്ളമൊഴുകുന്നു. സുഹൃത്തുക്കളെ,
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ജീവിതത്തിലെടുത്ത് നമ്മൾ നരകത്തിൽ കടക്കാതെ സ്വർഗത്തിലേക്ക് പോകുന്ന വഴിക്ക് ജീവിച്ച് മരിക്കണം. അതാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ കൊമ്പം ഉസ്താദികളോട് സൂചിപ്പിച്ചത്. അത് തന്നെയാണ് എല്ലാവർക്കും എപ്പോഴും പറയാനുള്ളത്. റബ്ബേ, സ്വർഗത്തിന്റെ വഴിയിലേക്ക് കടക്കുന്ന, സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോകാതെ ജീവിക്കുന്ന നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിച്ച മുഴുവൻ ആളുകളെയും, ഞങ്ങളുടെ മദ്രസകളെയും പള്ളികളെയും ദീനീ സ്ഥാപനങ്ങളെയും സംഘടനകളെയും ആരെല്ലാം സ്നേഹിച്ചുവോ സഹകരിച്ചുവോ പ്രവർത്തിച്ചുവോ എല്ലാവരെയും നീ അവിടുത്തോട് കൂടെ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. ഞങ്ങളുടെ മജ്‌ലിസുകൾ നീ ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാക്കണം റഹ്മാനേ. ഇവിടെ മദ്രസ ഉണ്ടാക്കാൻ സഹായിച്ചവരാരോ പ്രവർത്തിച്ചവരാരോ, അതുപോലെ നിന്റെ ദീനിനെ സഹായിച്ചവരാരോ, അവരെല്ലാം നീ സഹായിക്കണേ റഹ്മാനേ. മരണപ്പെട്ടു പോയ അബ്ദുൽ ഖാദിർ ഹാജി അടക്കം ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ ആരെല്ലാം ഉണ്ടോ ഈ ഭാഗത്ത് വരുമ്പോൾ അലനല്ലൂർ ഉസ്താദിനെ ഓർമ്മ വരുന്നു, അബ്ദുറഹ്മാൻ മുസ്ലിയാരെ ഓർമ്മ വരുന്നു, അതുപോലെ ഒരുപാട് ആലിമീങ്ങളെ ഉസ്താദുമാരെ ഓർമ്മ വരുന്നു, ഒരുപാട് പ്രവർത്തകന്മാരെ ഓർമ്മ വരുന്നു. റബ്ബേ, ഞങ്ങൾ മരിച്ചുപോയ ആളുകൾ, കുടുംബങ്ങളാകട്ടെ സ്നേഹിച്ചവരാകട്ടെ, മുഴുവൻ ആളുകളെ ഖബറിലും നീ സന്തോഷം നൽകണേ റഹ്മാനേ. അവരുടെ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണേ റഹ്മാനേ. ജീവിച്ചിരിക്കുന്ന അലി ഉസ്താദിനും അതുപോലെ ഇവിടെയുള്ള കൊമ്പം ഉസ്താദിനും എല്ലാ ആലിമീങ്ങൾക്കും ചെറുപ്പക്കാരായ പണ്ഡിതന്മാർക്കും ഞങ്ങൾക്കും ഞങ്ങളെ ഗുരുവര്യന്മാർക്കും മഹാനായ സുൽത്താനുൽ ഉലമാ ഖദ്ദമ ഉസ്താദ് റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ് കൻസുൽ ഉലമാ ഉസ്താദ് തുടങ്ങി ഞങ്ങൾ ഏതെല്ലാം പ്രായമുള്ള ആലിമീങ്ങളുണ്ടോ അവർക്കും ഞങ്ങൾക്കുമൊക്കെ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഏറ്റിത്തരണം റഹ്മാനേ. ഈ സദസ്സ് കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളടക്കം ഞങ്ങളെല്ലാ സയ്യിദന്മാർക്കും എല്ലാ നേതാക്കൾക്കും നീ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും നൽകണേ റഹ്മാനേ. താജുൽ ഉലമയുടെ ആണ്ടാണ് ഇന്നും നാളെയും മറ്റന്നാളും. മറ്റന്നാൾ അവിടുത്തെ മഖ്ബറയുടെ സമീപത്ത് വലിയ പരിപാടിയാണ്. അല്ലാഹുവേ, അവിടുത്തെ ദർജന നീ ഏറ്റി കൊടുക്കണേ റഹ്മാനേ. നൂറുൽ ഉലമയുടെയും പുല്ലൂക്കൽ ഉസ്താദിന്റെയും ഒക്കെ ഉസ്താദിന്റെയും ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാ ഉസ്താദുമാരും, നെല്ലിക്കുത്ത് ഉസ്താദ് തുടങ്ങി ഏതെല്ലാം ഗുരുവര്യന്മാർ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാവരെ ഖബറിലും നീ സന്തോഷം നൽകണേ റഹ്മാനേ. അവരെയും ഞങ്ങളെയും എല്ലാം ഞങ്ങളെ ഉമ്മവാപ്പമാർ സ്നേഹിതന്മാരോട് കൂടെ, ഞങ്ങളുടെ ഭാര്യമാര് സന്താനങ്ങളോട് കൂടെ, അല്ലാഹുവേ, ഈ സദസ്സിൽ അച്ചടക്കത്തോടെ വന്നിരുന്ന ഈ മുഅ്മിനീങ്ങളോട് കൂടെ, ഞങ്ങളുടെ സദസ്സുകളിൽ വന്നവരും വരുന്നവരുമായ ഏതൊക്കെ മുഅ്മിനീങ്ങളുണ്ടോ അവരോട് കൂടെ അടിയങ്ങളായ ഞങ്ങളെല്ലാവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ നിന്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനേ. ആരെയും ഉപദേശിക്കാൻ യോഗ്യതയില്ല, അർഹതയില്ല. അല്ലാഹുവേ, അർഹതയുണ്ടായിട്ട് ഉപദേശിക്കുന്നതുമല്ല. നീ ഞങ്ങൾക്കെല്ലാവർക്കും മാപ്പ് തരണേ റഹ്മാനേ. ഈ സദസ്സിൽ നീ പൊരുത്തപ്പെട്ട ആരുണ്ടോ അവരെ ബർക്കത്ത് കൊണ്ട് ഈ പാവപ്പെട്ടവനെയും നന്നാക്കി തരണം റഹ്മാനേ. ഞങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ പെടുത്തി ഞങ്ങളെല്ലാവരെയും ആഖിറം വിജയിപ്പിക്കണം റഹ്മാനേ. എല്ലാവരും കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ അതിനു മുമ്പ് ഇവിടെ പ്രസംഗങ്ങൾ നടക്കും. എല്ലാം കഴിഞ്ഞിട്ടേ നിങ്ങൾ പിരിഞ്ഞു പോകാവൂ. എനിക്കും അലി ഉസ്താദിനും കൊമ്പുസ്താദിനും ഒക്കെ അപ്പുറത്തെ പരിപാടിയിൽ കൂടി പങ്കെടുക്കണം. എനിക്ക് പ്രത്യേകിച്ചും പങ്കെടുക്കണം. അതുകൊണ്ട് നിങ്ങൾ സമ്മതം തരണം. ആരും എഴുന്നേറ്റ് അച്ചടക്കലംഘനം കാണിക്കരുത്. എല്ലാവരും ഇവിടെ നടക്കുന്ന വഅദ് പൂർണ്ണമായി കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. ഏലംകുളം അബ്ദുർ റഷീദ് സഖാഫി എന്നെക്കാളൊക്കെ കൂടുതൽ കിതാബ് നോക്കാൻ സമയം കിട്ടുന്ന ആളാണ്. നിങ്ങളൊക്കെ അദ്ദേഹത്തിനും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും അദ്ദേഹത്തിന്റെ വഅദ് കേട്ടിട്ടേ പോകാവൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.